നീറ്റ് പരീക്ഷ നടത്തിപ്പിൽ കേന്ദ്ര സർക്കാരിനെതിരെ കേരള നിയമസഭ പ്രമേയം പാസാക്കി. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെയും രക്ഷകർത്താക്കളെയും ആശങ്കയിലാക്കിയ ക്രമക്കേടിൽ ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്നും പരീക്ഷാ സമ്പ്രദായം സമഗ്രമായി പരിഷ്കരിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു. സമയോചിത ഇടപെടൽ നടത്തിയ കേന്ദ്ര സർക്കാരിനെ പ്രശംസിക്കുന്നുവെന്ന ഭേദഗതി പ്രമേയത്തിൽ ഉൾപ്പെടുത്തണമെന്ന് BJP അംഗം വി മുരളീധരൻ ആവശ്യപ്പെട്ടു. വി മുരളീധരൻ അടക്കം 3 അംഗങ്ങളുടെ ഭേദഗതി നിർദ്ദേശം സഭ വോട്ടിനിട്ട് തള്ളി. നീറ്റ് പരീക്ഷ നടത്തിപ്പിലുണ്ടായത് ഗുരുതര വീഴ്ചയാണെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും പരീക്ഷാ സംവിധാനം പരിഷ്കരിക്കണമെന്നും കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നതാണ് കേരള നിയമസഭ പാസാക്കിയ പ്രമേയം. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ആശങ്കപ്പെടുത്തുകയും മാനസികമായി തളർത്തുകയും ചെയ്ത ദൗർഭാഗ്യകരമായ സംഭവമെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 3 വർഷത്തിനിടെ നിരവധി വിദ്യാർത്ഥികൾ രാജ്യത്ത് ആത്മഹത്യ ചെയ്തുവെന്നും മന്ത്രി പറഞ്ഞു. ഗുരുതരമായ ക്രമക്കേടുകൾ പുറത്തുവന്നിട്ടും ഗൗരവം അംഗീകരിക്കാതെ ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നതിൽ കേന്ദ്ര സർക്കാർ വീഴ്ച വരുത്തിയെന്നും ഇത് പ്രതിഷേധാർഹമാണെന്നും പ്രമേയത്തിൽ കുറ്റപ്പെടുത്തി. പരീക്ഷാ നടത്തിപ്പിലെ ഗുരുതരമായ വീഴ്ചകളും ക്രമക്കേടുകളും പുറത്തു വന്നിട്ടും അവയുടെ ഗൗരവം യഥാസമയം അംഗീകരിക്കാതെ ഫലപ്രദമായ തിരുത്തൽ നടപടികൾ സ്വീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയ കേന്ദ്ര സർക്കാരിന്റെയും ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസികളുടെയും സമീപനം പ്രതിഷേധാർഹമാണ്. ഇത്തരം ആവർത്തിച്ചുണ്ടാകുന്ന സംഭവവികാസങ്ങൾ നിലവിലെ കേന്ദ്രീകൃത പരീക്ഷാ നടത്തിപ്പ് സംവിധാനത്തിന്റെ കാര്യക്ഷമത, ഉത്തരവാദിത്തം, വിശ്വാസ്യത എന്നിവയെക്കുറിച്ച് ഗൗരവമായ സംശയങ്ങൾ ഉയർത്തുന്നു. അതേസമയം ഏതാനും പേർ വരുത്തിയ വീഴ്ചയിൽ സമയോചിതമായ ഇടപെടൽ നടത്തിയ കേന്ദ്ര സർക്കാരിനെ പ്രശംസിക്കുന്നതായി പ്രമേയത്തിൽ ഉൾപ്പെടുത്തണമെന്ന് വി മുരളീധരൻ ആവശ്യപ്പെട്ടു. പരീക്ഷാ നടത്തിപ്പിൽ ഏതാനും ചിലർ വരുത്തിയ വീഴ്ചയിൽ സമയോചിതമായും ഫലപ്രദമായും ഇടപെട്ട കേന്ദ്ര സർക്കാരിന്റെയും കേന്ദ്ര ഏജൻസികളുടെയും ഇടപെടലിനെ ഈ സഭ പ്രശംസിക്കുന്നു. വി മുരളീധരൻ ഉൾപ്പെടെ 3 അംഗങ്ങൾ ഭേദഗതി നിർദ്ദേശിച്ചുവെങ്കിലും അവ 3ഉം ശബ്ദ വോട്ടിനിട്ട് സഭ തള്ളുകയായിരുന്നു. അതേസമയം പ്രതിപക്ഷം പ്രമേയത്തെ പിന്തുണച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.